പന്നിയങ്കരയിലെ പ്രദേശവാസികളിൽ നിന്ന് തൽക്കാലം ടോൾ പിരിക്കില്ല എന്ന് അറിയിപ്പ് വരുന്നു. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ടോൾ പിരിക്കാനുള്ള തീരുമാനം കരാർ കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത്. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. സൂരജ്, പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇപ്പോൾ നടത്തിയ സമരം അവസാനിപ്പിച്ചോ? ടോൾ പിരിവ് തൽക്കാലം വേണ്ട നാട്ടുകാരിൽ നിന്ന് എന്ന തീരുമാനത്തിലേക്ക് എത്തിയല്ലോ, വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, ഈ ടോൾ പിരിവ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് കമ്പനി അധികൃതരും എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ നടപടിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രദേശവാസികളും ഇത് സംബന്ധിച്ചുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് പോയിരുന്നു. ഇവരെ സംബന്ധിച്ച് ഇപ്പോഴും ഈ സമരം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിനെ തുടർന്നും ഈ മന്ത്രിതലത്തിൽ നടത്തിയ ഇടപെടലിനെല്ലാം തുടർന്നും താൽക്കാലികമായി ഇത് വേണ്ട എന്ന് വെക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ പൂർണ്ണമായും ഇത് വേണ്ട എന്ന് വെക്കുന്നത് വരെ പ്രക്ഷോഭം തുടരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം അത് രേഖപ്പെടുത്തുക എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ സമരസമിതി പ്രവർത്തകരും ജനകീയവേദി പ്രവർത്തകരും CPM പ്രവർത്തകരും എല്ലാവരും ഉള്ളത്. CPM പ്രവർത്തകർ ഈ ടോൾ പ്ലാസ ഉപരോധിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ടോൾ പ്ലാസയുടെ പ്രധാന ടോൾ ബൂത്തുകളെല്ലാം തന്നെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവർ പറയുന്നത് സമരത്തിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. തങ്ങളുടെ പ്രതിഷേധം അത് ശക്തമായി രേഖപ്പെടുത്തുക, പ്രത്യേകിച്ച് ഈ പ്രദേശവാസികളാണ് ഈ സമരത്തിന്റെ ഭാഗമായി അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ദുരിതമാണ്, അവരുടെ ബുദ്ധിമുട്ടാണ്, അവർക്കുള്ള അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഇത് നിർത്തിവെക്കുന്നത് കൊണ്ട് മാത്രമാകുന്ന ഒരു കാര്യമല്ല. ഇതിൽ നിന്ന് പൂർണ്ണമായും, അതായത് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം. ഇത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തമായ സമരവും പ്രതിഷേധ പരിപാടികളുമായി ഈ സമരരംഗത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിന്റെ മറുവശത്ത് ഈ ജനകീയ വേദിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഈ ടോൾ ബൂത്ത് ഉപരോധിക്കുന്നുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ ടോൾ കമ്പനിയുടെ ഓഫീസ് ഇതിന് മുകളിലുണ്ട്. ഈ ടോൾ ബൂത്തിന് മുകളിൽ ഈ ടോൾ കമ്പനിയുടെ ഒരു ഓഫീസ് ഉണ്ട്. അത് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നു. അങ്ങനെ 3 കേന്ദ്രങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പന്നിയങ്കരയിൽ സമരം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് CPM പ്രവർത്തകർ അണിനിരക്കുന്നു, മറുവശത്ത് ജനകീയ സമിതിയുടെ പ്രവർത്തകർ ഈ ടോൾ ബൂത്ത് ഉപരോധിക്കുന്നുണ്ട്. ഒരു വശത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം, അത് ഈ കമ്പനി അധികൃതരുടെ ഓഫീസിന് മുന്നിൽ ആ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു. അങ്ങനെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ടോൾ പ്ലാസ അധികൃതരുടെ ഭാഗത്തു നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ ടോൾ ബൂത്തിന് മുന്നിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ ഇപ്പോൾ ഈ പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തകർ ഈ ടോൾ ബൂത്തിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. മറുതലക്കലിലാകട്ടെ ജനകീയ വേദി പ്രവർത്തകരും ഇപ്പോൾ വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞിട്ടിട്ടുണ്ട്. ഒരു ട്രാക്കിലെ വാഹനങ്ങൾ ജനകീയ വേദി പ്രവർത്തകർ തടഞ്ഞിട്ടിരിക്കുന്നു. ഒരു ട്രാക്കിലെ വാഹനം ഈ ജനകീയ വേദി പ്രവർത്തകരും തടഞ്ഞിട്ടിരിക്കുന്നു. അങ്ങനെ ചില ട്രാക്കുകളിൽ ഈ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം അത് പന്നിയങ്കരയിൽ അരങ്ങേറുന്നു. താൽക്കാലികമായും ഈ ടോൾ പിരിവ് വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ പോലും പക്ഷെ പ്രതിഷേധങ്ങൾക്ക് പര്യവസാനമാകുന്നില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് ഗോപികൃഷ്ണൻ. പന്നിയങ്കരയിലെ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ നാട്ടുകാർ നടത്തുന്ന ഉപരോധ സമരത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ സമരത്തിന്റെ കണ്ണി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ടോൾ പ്ലാസ പിരിവ് തൽക്കാലം വേണ്ട, ടോൾ പിരിവ് തൽക്കാലം വേണ്ട എന്നൊരു തീരുമാനം ഉണ്ടെങ്കിലും ആ കാര്യം പൂർണ്ണമായി അതിലൊരു വ്യക്തത വരാത്തത് കൊണ്ട് സമരം തുടരുക തന്നെയാണ്. ഉപരോധ സമരം മുന്നോട്ട് പോകുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.